പഴയ കാലത്ത് ഏതൊരു ഹിന്ദു കുടുംബത്തിലും അവർ ആചരിക്കുന്നതായ വിശ്വസിച്ച് വരുന്നതായ ഒരുപാട് ദൈവങ്ങളെ കുടിവെച്ചിരുന്നതാണ് പല കുടുംബങ്ങളും. അത് കാശുള്ളവർ വലിയ അമ്പലം കെട്ടി ശ്രീകോവിലോട് കൂടിയോ അല്ലെങ്കിൽ അതിനുചിതമായ തരത്തിൽ ക്ഷേത്രം ഉണ്ടാക്കിയത്, അതിൽ മണ്ഡപപ്പുര അല്ലെങ്കിൽ ക്ഷേത്രം അതൊക്കെ ആയിട്ട് അതിൽ കൂടി ഇരുത്തുന്നവരുണ്ട്. അതുമല്ലാത്തവർ വല്ല മരങ്ങളുടെ കീഴെ വേപ്പ് മരം അല്ലെങ്കിൽ ഉങ്ങ്, കുങ്കുമം അല്ലെങ്കിൽ പാല ഇങ്ങനെയുള്ളൊക്കെ മരങ്ങളുടെ ചൂടെ വെറുതെ ആ ഒരു കല്ല് അതിൽ ദേവനെ ആവാഹിച്ചിട്ട് അല്ലെങ്കിൽ ദേവൻ്റെ സങ്കല്പത്തിൽ അതങ്ങനെ വയ്ക്കുക, അല്ലെങ്കിൽ തറ കെട്ടിയിട്ട് വയ്ക്കുകയാണ്. അങ്ങനെ ആണ് ആചരിച്ചിരുന്നത്. അതൊരു കാലഘട്ടം ഒരു ഘട്ടം കഴിഞ്ഞ് നോക്കുമ്പോൾ ഓരോ പ്രശ്നങ്ങളായി. കാരണം ആ തലമുറയിൽ ഉള്ള ആളുകളൊക്കെ വിശ്വാസം ഉണ്ടായിരുന്ന സമയത്ത് ഓരോ ഹിന്ദു കുടുംബത്തിലും ഞാൻ പറഞ്ഞ പോലെ തന്നെ നിറയെ മൂർത്തികളെന്നൊക്കെ വെച്ച് ആരാധിച്ചിരുന്നു. അതങ്ങനെ സമയങ്ങൾ പോകുന്തോറും കാലങ്ങൾ മറയും തോറും ഇതിനോടുള്ള വിശ്വാസം പലർക്കും ഇല്ലാത്തതായി വന്നു. അതിന് പല കാരണങ്ങളുണ്ട്. അപ്പം അങ്ങനെ വിശ്വാസമില്ലാതെ വന്നിട്ട് നോക്കുമ്പോൾ ഈ ദൈവങ്ങളെയൊക്കെ എടുത്ത് സംരക്ഷിക്കാൻ ഉള്ളവരില്ലാത്ത അവസ്ഥയിൽ, അതായത് സംരക്ഷിക്കേണ്ടവർ ഒന്നെങ്കിൽ മരണപ്പെട്ടു പോയി, പിന്നെ ആളുകളുണ്ടെങ്കിലും ഇതിനോട് താല്പര്യമില്ലാത്തവരായിരിക്കും. അങ്ങനെ പോകാം. പിന്നെ ചില കുടുംബങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഉപാസനകൾ കഴിഞ്ഞിട്ട്, വേണ്ടോളം ഉപാസനകൾ കഴിഞ്ഞിട്ട് അദ്ദേഹം മാന്ത്രിക പ്രവർത്തനങ്ങളിൽ കൂടി ഒരുപാട് ആളുകളെ തന്നെ അതുമാതിരി നോക്കുകയും, അല്ലാത്ത പക്ഷം തുള്ളി പറഞ്ഞിട്ടാകാം അല്ലെങ്കിൽ മൂർത്തിയുള്ള സഹായങ്ങളെ കൊണ്ട് ഇന്ന മാതിരി വിഷയങ്ങളുണ്ട്, അതിൻ്റെ മാതിരി ചെയ്തോളൂ, ഇന്ന പ്രേതദോഷങ്ങൾ കാണാണ്ട്, ഇന്ന സർപ്പദോഷങ്ങൾ കാണാണ്ട്, അല്ലെങ്കിൽ കരിങ്കുട്ടിയുടെയാണ്, ചൊവ്വയുടെയാണ്, ചാത്തൻ്റെയാണ്, അങ്ങനെ ബാധദോഷങ്ങളുള്ള ആ മൂർത്തികളിലെ ആ മൂർത്തികൾ തന്നെ ബാധാദോഷങ്ങളൊക്കെ ആയിട്ട് വരുന്നവരെ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ആ ദോഷങ്ങളെന്നൊക്കെ ആവാഹിച്ച് വന്നാളിനെ കൃത്യമായിട്ട് നല്ല രൂപത്തിലൊക്കെ ആയിട്ട് പറഞ്ഞു വിടും. ഇതിങ്ങനെ കുറേ കഴിയുമ്പോൾ ഈ ആവാഹിച്ചിട്ടുള്ള കർമ്മം ചെയ്തിട്ടുള്ള വീടുകളിലെ ഈ പ്രേതങ്ങളിലൊക്കെ ദുരിതങ്ങൾ അല്ലെങ്കിൽ ഈ മൂർത്തികളിലൊക്കെ ദുരിതങ്ങൾ അനുഭവിക്കാൻ തുടങ്ങും. അപ്പോൾ ഈ കർമ്മങ്ങൾ ചെയ്തിട്ട് ഇങ്ങനെ ദുരിതങ്ങൾ വന്നു കഴിഞ്ഞാൽ, അപ്പോൾ ഇതിനെ നോക്കുന്ന ആളുകൾ, ഇതിനെ സംരക്ഷിക്കുന്ന കർമ്മികൾ ഈ അവരുടെ തറവാട്ടിൽ മക്കളുണ്ടെങ്കിലും ഒന്നുകിൽ പഠിപ്പിക്കാൻ തയ്യാറാവില്ല, അല്ലെങ്കിൽ കേട്ട് അന്വേഷിച്ച് വരാൻ അവരും തയ്യാറാകില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ കർമ്മങ്ങളൊക്കെ ചെയ്തിരുന്ന വ്യക്തി മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഉചിതമായ തരത്തിൽ കർമ്മങ്ങൾ ചെയ്യാനോ നിത്യവൾക്ക് തെളിയിക്കാനോ ആരും ശ്രമിക്കാറില്ല. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ദുരിതങ്ങൾ വരാൻ തുടങ്ങും. ആ ദുരിതങ്ങൾ വന്ന് കുടുംബനാലാം ഇടത്തിൽ ഓരോരുത്തർക്കും അനർത്ഥങ്ങൾ, രോഗങ്ങൾ, കടങ്ങൾ, പണിയില്ലായ്മ, നാൽക്കാലികളുടെ നാശങ്ങൾ, അങ്ങനെ ഒരുപാട് ദുരിതങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങും. അപ്പോൾ ഇതിനെ നോക്കി അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ദുരിതങ്ങൾ, ഇപ്പോൾ ഒരു 10-20 വർഷമായിട്ട് അല്ലെങ്കിൽ ഒരു 15 വർഷം 10 വർഷമൊക്കെ ആയിട്ട് ക്ഷേത്രം ഉണ്ടായിരുന്നു, അത് ഒരിക്കലും ഒന്ന് തുറക്കൂല, അല്ലെങ്കിൽ തുറന്നാലും വല്ലപ്പോഴൊക്കെ ഒന്ന് വിളക്ക് വയ്ക്കും. പ്രത്യേകിച്ച് ആരുമില്ല വിരുന്നേരൊക്കെ വരുന്നുണ്ട് വെച്ചെങ്കിൽ അവർ കാണുന്നതിലേക്കായിട്ട് അവിടെ കർമ്മം ചെയ്യണതോ കൂടണതൊക്കെ ആയിട്ട് അങ്ങനെ ചിലർ ചെയ്യും. അപ്പം അത് ഇങ്ങനെ ദോഷങ്ങളൊക്കെ വരാൻ തുടങ്ങുമ്പോൾ കുടുംബത്തിൽ ഛിദ്രങ്ങൾ വരാൻ തുടങ്ങും. അതിൽ പണിയുള്ളവർക്ക് പണി ഇല്ലാത്ത അവസ്ഥകൾ, പണിക്ക് പോകാൻ പറ്റില്ല, രോഗങ്ങൾ, ആ രോഗാവസ്ഥകൾ, അതേപോലെ തന്നെ വീട്ടിൽ ചില ബാധാദോഷങ്ങൾ, പ്രേതദോഷങ്ങൾ, അങ്ങനെയുള്ളതായ ദുരിതങ്ങൾ, മക്കൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല, വീട്ടിലൊക്കെ കേടും ക്ലേശങ്ങൾ ഉണ്ടാവുക, അനർത്ഥങ്ങൾ ഉണ്ടാകുക, സാമ്പത്തികപരമായിട്ടുള്ള ഉന്നതി ഇല്ലാതെയാവുക. അങ്ങനെയൊക്കെ വരുമ്പോൾ അവർ ഇതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്ന് നോക്കി അറിയാനായിട്ട് അവർ ശ്രമിക്കും. അങ്ങനെ നോക്കി അറിയുമ്പോൾ ശത്രുദോഷങ്ങൾ കാണുന്നുണ്ട്, ധർമ്മദൈവങ്ങളുടെ ദുരിതങ്ങളുണ്ട്, അവർ ബാധേല അല്ലെങ്കിൽ ബ്രാഹ്മണശാപം, സർപ്പകോപം, കൈവിഷം, ആവിചാരം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംഗതികൾ
ഇപ്പം നോക്കുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ കർമ്മ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിക്ക് അത് അനുഭവപ്പെടാനായിട്ട് തുടങ്ങും. അപ്പം അങ്ങനെ വരുമ്പോൾ ഇതെന്താണ് ഏതാണെന്ന് ചോദിക്കുമ്പോൾ അന്വേഷിച്ച് വരുമ്പോൾ അവർ പറയും ഇങ്ങനെ കർമ്മം വെച്ച് മറ്റേ പ്രശ്നം നോക്കിക്കഴിഞ്ഞാൽ പറയും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്രയും പ്രശ്നങ്ങളുണ്ട്, ഈ കുടുംബം 4-ാം ഇടത്തിൽ ഇത്രയും പ്രശ്നമുണ്ട്, ദൈവങ്ങൾക്ക് അതുകൊണ്ടിരിക്കാൻ വയ്യ, അവരുടേതായ ദുരിതങ്ങളും കൂടുതൽ വരുന്നുണ്ട്. അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നാലോചിക്കും. സർവബന്ധനങ്ങളാണ്, സർവ്വദുരിതങ്ങളാണ്, ബ്രാഹ്മണ ശാപമുണ്ട്, അല്ലെങ്കിൽ സർപ്പശാപമുണ്ട്, ഈ മൂർത്തികളിലെ എന്തൊക്കെ വിരോധങ്ങൾ കാണിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇനി എന്ത് ചെയ്യണം അതിനെ എന്നാവും പിന്നെ ചോദിക്കുക. അതേപോലെ തന്നെ ഒരു 100,000 പ്രേതങ്ങളുണ്ടാകും. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പ്രേതങ്ങൾ കയറി വരാനായിട്ട് തുടങ്ങും, അല്ലെങ്കിൽ അവരുടെ ദുരിതങ്ങളുണ്ട് എന്നുള്ളതല്ലേ. അങ്ങനെ വരുമ്പോൾ അതിനെ കർമ്മം ചെയ്യാനോ നീക്കാനോ പിന്നെ വരുന്ന ആളുകൾ ബാധ്യസ്ഥരായിട്ട് വരും. അപ്പം അങ്ങനെ കർമ്മങ്ങൾ ചെയ്തിട്ട് അപ്പോൾ ഈ പ്രേതദോഷങ്ങളോ സർപ്പദോഷങ്ങളോ മറ്റ് ദുരിതങ്ങളതിനൊക്കെ ആവാഹിക്കണല്ലോ. അപ്പം ഇതിന് പറ്റിയൊരു കർമ്മീനെ ഒന്ന് പരിചയപ്പെടുത്തി തരുമോ എന്ന് ആരോട് ചോദിക്കും? ഈ പ്രശ്നം അല്ല നോക്കാൻ വന്നിട്ടുള്ളതായ വ്യക്തികൾ ആരാണെങ്കിൽ. അപ്പോൾ നിങ്ങളുണ്ടെങ്കിൽ പറയോ എവിടെയുള്ളത് ഏതാ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഇന്ന സ്ഥലത്തുണ്ട്, അതൊരു തിരുമേനിയാണ്, കുഴപ്പമില്ല, അങ്ങനത്തെ കർമ്മങ്ങൾ തന്നെയാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ പറയുമ്പോൾ അവർ എന്തെന്ന് പറഞ്ഞാൽ ഇതിനിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ അതിനെ പറ്റിയ ആളുകളുണ്ട്, നമുക്ക് തിരുമേനിമാരുണ്ട്, കർമ്മങ്ങൾ ചെയ്യണവരാണ്, വേർപാട് ചെയ്യണവരാണ്, ശരി നാവ അവരെ വിളിക്കോ എന്ന് വീട്ടുകാരൻ പറയാനായിട്ട് സന്നദ്ധനാവുന്നു. അപ്പോൾ വീട്ടുകാരൻ്റെ സമ്മതം കേട്ടിട്ട് അവർ അതിലുള്ള ആളുകളെ കൊണ്ടുവരും. ആളുകളെ കൊണ്ടുവന്നിട്ട് 2-3 ദിവസങ്ങൾ ഫുള്ളായിട്ട് കർമ്മങ്ങളുണ്ടാകും. ആ കർമ്മങ്ങൾ ചെയ്തിട്ട് അവരുടെ ആവാഹിക്കും, പ്രേതങ്ങളെ ആവാഹിക്കേണ്ടതിനെ ആവാഹിക്കും, ശത്രുമൂർത്തികളെ ആവാഹിക്കും. അങ്ങനെ ഓരോരോ ദുരിതങ്ങൾ, ആ ദുരിതങ്ങൾ തീരാനും പ്രേതദോഷങ്ങൾക്ക് അറുതി വരാനും ഒക്കെ അതിന് ഉചിതമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തിട്ട് താന്ത്രിക വിധിപ്രകാരമുള്ള കർമ്മങ്ങൾ ചെയ്തിട്ട് അത് അവസാനിപ്പിക്കുക. അങ്ങനെ ബാധാദോഷങ്ങൾ തീർക്കുമ്പോൾ പിന്നെ ദോഷങ്ങൾ തീർത്തു, പിന്നെ കർമ്മിക്ക് റോളില്ല. അപ്പോൾ ആ കർമ്മീനെ വിളിച്ചിട്ട് അവർ കാര്യങ്ങൾ പറയും. അപ്പോൾ എന്ത് വേണം? അപ്പോൾ അതിൽ കർമ്മി കർമ്മങ്ങൾ ചെയ്ത് ആ ദോഷങ്ങൾ അതിനൊക്കെ നീക്കി കഴിഞ്ഞാൽ, വളരെ ഭംഗിയായിട്ട് കർമ്മങ്ങളൊക്കെ ചെയ്തതിനെ നീക്കി കഴിഞ്ഞാൽ, അപ്പോൾ അവർ പറയാന്ന് പറഞ്ഞാൽ ഇന്നൊരു കാര്യം ചെയ്യാം, ഇനിയിപ്പോൾ പ്രതിഷ്ഠ ഉണ്ടാവും, ആ പ്രതിഷ്ഠയും കൂടി നിങ്ങളായിട്ട് തന്നെ ചെയ്തു തരണം. കാരണം അവർ 2-3 ദിവസം ഇവരുടെ വീട്ടിൽ വന്നിട്ട് കർമ്മങ്ങൾ ചെയ്ത് ഓരോരോ കർമ്മങ്ങളും ഇടവിട്ട് അല്ലെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് പിന്നെ തുടർന്ന് ചെയ്യേണ്ട പൂജകളുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തതിൻ്റെ അനുഭവ അടിസ്ഥാനത്തിൽ അപ്പം ഇനി പ്രതിഷ്ഠ വയ്ക്കുമ്പോൾ നിങ്ങൾ തന്നെ വന്നോളൂ എന്ന് പറയും. അങ്ങനെ വന്ന് അവർ വളരെയധികം ഭംഗിയായിട്ട് കർമ്മങ്ങളൊക്കെ ചെയ്ത് അവർ പോകും. അത് പോയി കഴിഞ്ഞാൽ പറയുന്ന കുറച്ച് ആളുകളുണ്ടാവും, എന്തിനാ അവരെ വിളിച്ചു വരുത്തി? അവരെ വിളിച്ചു വരുത്തേണ്ട ഒരു ആവശ്യമില്ല, ഇതിൻ്റെ ഉള്ളിൽ കർമ്മം ചെയ്യുക അവരല്ല, അത് കൗളാചാരപ്രകാരമാണ് കർമ്മം ചെയ്യേണ്ടത്, എന്തിനാണ് ഇവരെ കൊണ്ടുവന്നത്? അപ്പം ഈ കർമ്മങ്ങൾ ഈ താന്ത്രിക വിധിപ്രകാരമുള്ളതായ അല്ലെങ്കിൽ തിരുമേനിമാർക്ക് വന്ന് ചെയ്യുന്നതായ കർമ്മങ്ങൾ മുഴുവനായിട്ട് കർമ്മം ചെയ്യാത്ത പക്ഷം നേരത്തെ ഉണ്ടായിരുന്നതായ ആ വേർപാടിൽ അല്ലെങ്കിൽ പ്രേതദോഷങ്ങളോ അതിന് ശേഷമുള്ള മറ്റുള്ള കർമ്മങ്ങളിൽ കൂടി അതിന് വേർപാട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അപ്പോൾ അവർ എന്താ പറയുക വെച്ചാൽ, ഇത് എന്തിനാ നിങ്ങൾ ഇവരൊക്കെ വിളിച്ചേ? ഇത് അവർ ചെയ്യേണ്ട കർമ്മമല്ല, ഇത് നമ്മൾ ചെയ്യേണ്ട കർമ്മ, ഇത് മദ്യം മാംസതൊക്കെ വെച്ച് ചെയ്യേണ്ട കർമ്മ, അതുകൊണ്ട് അവരെ വിളിച്ച് ശരിയായില്ല, അത് ദൈവങ്ങൾക്ക് ഇഷ്ടാവില്ല. അങ്ങനെ ഒരു 100,000 കാര്യങ്ങൾ ഇതിനെ എതിർപ്പുള്ളവർ അതങ്ങനെ ഒരു കരകമ്പിയിട്ട് അങ്ങനെ കണ്ട് നടക്കും. അപ്പോൾ അങ്ങനെ ഒരു കർമ്മത്തിന് ഇപ്പോൾ ഒരു തിരുമേനിമാർ അല്ലെങ്കിൽ അതിൻ്റെ ഉചിത കർമ്മം ചെയ്യുന്നതായ ആളുകളുണ്ട് വെച്ചെങ്കിൽ അവരെ വിളിക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടാകുക. അപ്പോൾ അതിൽ പറയുന്നൊരു വർത്താനമാണ് അവർ, എന്തിനാ അങ്ങനെ അവരെ വിളിച്ചേ? അവരെ വിളിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, നമുക്ക് നമ്മുടേതായ കർമ്മങ്ങൾ ചെയ്താൽ അത് മതിയായിരുന്നു.
അപ്പോൾ അങ്ങനെ ഒരു കർമ്മം ചെയ്യാന്ന് വെച്ച് നമ്മളിങ്ങനെ വിളിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അപ്പോൾ ആ വേർപാട് കഴിഞ്ഞു. അതിനെ താന്ത്രിക വിധിപ്രകാരമായിട്ടുള്ളതായ കർമ്മങ്ങൾ, പ്രതിഷ്ഠകൾ കഴിഞ്ഞു. അത് അവർ അറിവുള്ളൊരു വ്യക്തിയായ കാരണമാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ കർമ്മങ്ങൾ ചെയ്തിട്ട് അവർ വിട്ടുപോകുന്നു. പിന്നെ ഒരു കാര്യം കൂടി എന്ത് പറയണമെന്ന് പറഞ്ഞാൽ, അടുത്ത വർഷം ഇങ്ങനെ കർമ്മം ചെയ്യുമ്പോൾ ആ പ്രതിഷ്ഠാ ദിനത്തിൻ്റെ ഭാഗമായിട്ട്, അല്ല വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് കർമ്മം ചെയ്യുമ്പോൾ ഈ പ്രതിഷ്ഠ വെച്ച ആളുകൾ തന്നെ കൊണ്ടുവരേണ്ടി വരും. ഈ പ്രതിഷ്ഠ വെച്ചിട്ടുള്ള ആളുകൾ തന്നെ കൊണ്ടുവരേണ്ടി വരും. കാരണം അവർക്കാണ് അറിയാം ഈ ദേവീനെ എങ്ങനെ ഇരുത്തിയിട്ടുള്ള, എന്താണ് അതിൻ്റെ മന്ത്രം, മറ്റുള്ള മൂർത്തികളെ എങ്ങനെ ഇരുത്തി, എന്താണ് അതിൻ്റെ മന്ത്രം, മൂലമന്ത്രം എന്താണ്, അങ്ങനൊക്കെ ആ വെച്ചിട്ടുള്ള കർമ്മിക്ക് അറിയുള്ളൂ. അപ്പോൾ ആ കർമ്മീനെ വിളിക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെറും നാശങ്ങൾ ഉണ്ടാവുക. കാരണം അതേപോലെ തന്നെ കർമ്മം ചെയ്യാനായിട്ട് വേറെ ആൾക്ക് കഴിയില്ല. അപ്പം അതിൽ എന്തുണ്ട് ഏതുണ്ടെന്ന് അദ്ദേഹത്തിനെ തന്നെ അറിയുള്ളൂ. അപ്പം അതേപോലെ തന്നെയാണ് ഓരോ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. അപ്പോൾ ഈ മദ്യം മാംസം അതിൻ്റെ കർമ്മങ്ങൾ കഴിഞ്ഞിട്ടൊക്കെ ഇരിക്കുമ്പോൾ അങ്ങനത്തെ മൂർത്തികൾ ഉണ്ടെങ്കിൽ നീതിക്കാം. അല്ലാത്തവർക്കൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഉത്തമത്തിൽ സാത്വികമായിട്ടുള്ളതായ കർമ്മങ്ങൾ, ആ കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് ഇത്തരം ദുരിതങ്ങൾ വിട്ടുമാറാനായിട്ട് കാരണം. ആ സമയം കള്ളും ഗുരുതിയൊക്കെ വെച്ച് ഒരു കർമ്മം ചെയ്തിട്ട് അത് വൃത്തിയായിക്കൊള്ളണമെന്നില്ല. ഇതിന് ഉചിതമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്ത കാരണമാണ് ഈ ക്ഷേത്രത്തിലെ അല്ലെങ്കിൽ കുടുംബനാലാമേട്ടത്തെ ദോഷങ്ങൾ വിട്ടുമാറാനായിട്ട് ഇടവന്നിട്ടുള്ളത്. അപ്പോൾ തുടർന്നും അതേപോലുള്ള കർമ്മത്തിലേക്ക് എത്തിപ്പെടാനായിട്ട് നോക്കുക. ഇപ്പോൾ അപ്പോൾ എത്ര ദുരിതമായിട്ട് നശിച്ചു കിടന്നേറുന്ന സ്ഥലത്ത് നിന്ന് അതിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് കർമ്മങ്ങൾ ചെയ്ത്, തിരുമേനിമാരാവാം അല്ലാത്തവരാവാം താന്ത്രിക വിധിപ്രകാരം കർമ്മം ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പുറത്താക്കി അതായിരുന്നു വേണ്ടത് എന്നുള്ള 100 ആൾ അഭിപ്രായം പറയുമ്പോൾ ആ വീട്ടുകാരും അത് ശരിവെക്കും. അപ്പോൾ അതിന് ഉചിതമായിട്ടുള്ള തരത്തിലുള്ളതായ കർമ്മങ്ങൾ ചെയ്യാം. മൂർത്തികൾക്ക് അവരെ വീണ്ടെടുക്കാനുള്ളതായ കാര്യങ്ങൾ നടത്തുക. മറ്റുള്ളതായ കർമ്മങ്ങളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അവർ കൂട്ടത്തിലിരുന്ന് കർമ്മം ചെയ്യാൻ പറ്റില്ലെങ്കിലും വേറൊരു സ്ഥലത്ത് അവിടെ ഒന്ന് മെഴുകിയിട്ട്, ചാണം കൊണ്ട് മെഴുകിയിട്ട് അവിടെ എന്താണ് ഒരു കർമ്മം കൊടുക്കാം. അതിൽ തെറ്റില്ല. അപ്പോൾ ഈ അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.